Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഹീത്രൂ വിമാനത്താവള ജീവനക്കാർ പണിമുടക്കിന്. വിമാനങ്ങൾ വൈകുവാനും റദ്ദാക്കപ്പെടുവാനും സാധ്യത. അടുത്ത ഏതാനും ആഴ്ചകളിൽ ഹീത്രൂ വിമാനത്താവളത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ജീവനക്കാരുടെ പണിമുടക്ക്. പല വിമാനങ്ങളും വൈകുവാനോ റദ്ദാക്കപ്പെടുവാനോ ഇടയുള്ളതിനാൽ യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെയാണ് സമരം, എന്തൊക്കെ തടസ്സങ്ങൾക്കാണ് സാധ്യത, ഏതെല്ലാം വിമാന കമ്പനികളെയാണ് സമരം ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. മെയ് 4 ശനിയാഴ്ച, 5 ഞായർ, 6 തിങ്കൾ ദിനങ്ങളിലാണ് 50ഓളം വരുന്ന റീഫ്യൂവലിംഗ് ജീവനക്കാരുടെ പണിമുടക്ക്. തങ്ങളുടെ അംഗങ്ങളുടെ സമരം യാത്രക്കാർക്ക് വൻതോതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് യൂണിയൻ പറയുന്നു. AFS എന്ന ഏവിയേഷൻ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് സമരത്തിന് ഇറങ്ങുന്നത്. 2024 ജനുവരിക്ക് ശേഷം നിയമിക്കപ്പെട്ട പുതിയ ജീവനക്കാർക്കുള്ള പെൻഷൻ, സിക്ക് ബെനിഫിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതാണ് സമര കാരണം. തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കാൻ AFSുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ഹീത്രൂ വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർക്ക് ആത്മവിശ്വാസത്തോടെ ഹീത്രോയിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നും യാത്രകൾക്ക് തടസ്സം വരാതിരിക്കാൻ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ടാകുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ ഈ സമരം ഒട്ടുമിക്ക വിമാന കമ്പനികളെയും ബാധിച്ചേക്കാമെന്ന് ചില റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിൽ തന്നെ ആദ്യ സ്കിൻ ക്യാൻസറിനെതിരായ വാക്സിൻ കണ്ടുപിടിച്ച് UK. പരീക്ഷണം അവസാന ഘട്ടത്തിൽ. UK-യിൽ സ്കിൻ ക്യാൻസറിനെതിരായ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത mRNA വാക്സിൻ മെലനോമയുടെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കുത്തിവയ്പ് സ്വീകരിച്ചവരിൽ ഹെർട്സിലെ സ്റ്റീവൻ ഏജിൽ നിന്നുള്ള 52-കാരനായ സ്റ്റീവ് യങ്ങുമുണ്ട്. സ്റ്റീവിന് കഴിഞ്ഞ ഓഗസ്റ്റിൽ തലയോട്ടിയിൽ നിന്ന് മെലനോമയുടെ വളർച്ച സ്ഥിരീകരിച്ചിരുന്നു. ഇത് രോഗികളുടെ ശരീരത്തിലെ ശേഷിക്കുന്ന ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും തുടച്ചു നീക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നതിനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നീട് ക്യാൻസർ രോഗബാധിതനാകാനുള്ള സാധ്യതയും ഇത് തുടച്ചു മാറ്റുന്നു. mRNA 4157 എന്ന കുത്തിവയ്പ് നിലവിൽ കോവിഡ് വാക്സിനുകളുടെ അതേ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റൽസ് ഡോക്ടർമാർ ഇത് പെംബ്രോലിസുമാബ് അല്ലെങ്കിൽ കീറ്റൂഡെക്ക തുടങ്ങിയ മരുന്നുകൾക്കൊപ്പം നൽകാറുണ്ട്. ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. NHSൽ ചികിത്സ ലഭ്യമായില്ല. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ 1 മാസം പ്രായമുള്ള ആൺകുഞ്ഞിന് റോമിൽ വിദഗ്ധ ചികിത്സ നൽകി. ഗുരുതരമായ ഹൃദയരോഗമുള്ള 1 മാസം മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി റോമിലേക്ക് കൊണ്ടുപോയി. NHSൽ ചികിത്സ ലഭ്യമല്ലാതിരുന്നതിനെ തുടർന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി വ്യക്തിപരമായി ഇടപെട്ടാണ് തുടർ ചികിത്സ ലഭ്യമാക്കിയത്. ബ്രിട്ടീഷുകാരനായ കുട്ടിയുടെ പിതാവ് ഇറ്റാലിയൻ വംശജനാണ്. ഇദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് നടത്തിയ സഹായാഭ്യർത്ഥനയാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ബ്രിസ്റ്റോൾ മേക്കർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്ന കുട്ടിക്ക് അവിടെ തുടർ ചികിത്സ ലഭ്യമല്ലാത്തതിനെ തുടർന്നാണ് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നത്. പ്രത്യേകം സജ്ജീകരിച്ച വിമാനത്തിൽ ആരോഗ്യ വിദഗ്ധരോടൊപ്പമാണ് കുട്ടിയെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയത്. ചൊവ്വാഴ്ചയോടെ കുടുംബം റോമിൽ എത്തുകയും ചെയ്തു. ബ്രിട്ടനിൽ പരമ്പരാഗത ലാൻഡ്ലൈൻ ഫോണുകൾ പഴങ്കഥയാകുന്നു. ഇന്റർനെറ്റ് അടിസ്ഥാനത്തിലുള്ള ഫോൺ സംവിധാനം നിർബന്ധിതമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ബ്രിട്ടീഷ് ടെലികമ്മ്യൂണിക്കേഷൻ. പരമ്പരാഗത ലാൻഡ്ലൈൻ ഫോണുകളുടെ പ്രവർത്തനങ്ങളിൽ കാതലായ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. ഇനി ഇന്റർനെറ്റ് അടിസ്ഥാനത്തിലുള്ള സേവനങ്ങളിലേക്ക് ലാൻഡ് ഫോണുകൾ മാറ്റപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത ടെലിഫോണുകൾ ഉപയോഗിച്ചിരുന്നവരെ എങ്ങനെയാണ് പുതിയ സംവിധാനം ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കൾക്കായി ബ്രിട്ടീഷ് ടെലികമ്മ്യൂണിക്കേഷൻ പങ്കിട്ടു. പരമ്പരാഗത ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് സാങ്കേതിക വിദ്യ മാറുമെങ്കിലും ഉപയോഗിക്കുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് BT നൽകുന്നത്. ഇതുകൂടാതെ നിലവിലെ നമ്പറിനും യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. പക്ഷേ പവർ കട്ട് ഉണ്ടാക്കുന്ന സമയത്തോ ബ്രോഡ്ബാൻഡ് തകരാറിലാകുന്ന സമയത്തോ ഫോൺ പ്രവർത്തനരഹിതമായിരിക്കും എന്ന പ്രശ്നമുണ്ടെന്ന് BT അറിയിച്ചു. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ആൾക്കാർക്ക് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള 999 തുടങ്ങിയ നമ്പറുകളിലേക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും എന്നതാണ് പുതിയ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ മൊബൈൽ ഫോൺ സിഗ്നൽ മോശമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. തെരുവിളി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. UK ടൂർ പാതിയിൽ ഉപേക്ഷിച്ച് നീരജ് മാധവ്. നടൻ നീരജ് മാധവ് കഴിഞ്ഞ ദിവസമാണ് തന്റെ സംഗീത പരിപാടിയുടെ ഭാഗമായി UK-യിലെത്തിയത്. എന്നാൽ പരിപാടി പൂർത്തിയാക്കാതെ താരം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പരിപാടിയുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് താരം ഷോ നടത്താതെ മടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെയാണ് തനിക്കും ടീമിനും നേരിടേണ്ടി വന്ന മോശം അനുഭവം പങ്കുവച്ചത്. ലണ്ടനിലെ ബ്ലാക്ക് ജാക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ അപ്രതീക്ഷിത സംഭവം ഏറെ വേദനയോടെയാണ് നിങ്ങളെ അറിയിക്കുകയാണ് എന്നാണ് നീരജ് മാധവ് പറഞ്ഞത്. സംഘാടകരുടെ അൺപ്രൊഫഷണലായുള്ള പെരുമാറ്റമാണ് ഷോ ക്യാൻസൽ ചെയ്യാൻ കാരണമായത് എന്നും നീരജ് മാധവ് പറഞ്ഞു. സംഘാടകർ ആദ്യം മുതൽ വളരെ മോശം രീതിയിലാണ് തങ്ങളോട് പെരുമാറിയത്.
അപമര്യാദയായി പെരുമാറുകയും ചീത്ത വിളിക്കുകയും അശ്ലീല ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ടും ഷോയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഡബ്ലിനിലെ ഷോ കഴിഞ്ഞതിന് പിന്നാലെ പ്രശ്നം വഷളായി. അവർ എൻ്റെ ടീമിനെയും എന്നെയും ഞങ്ങളുടെ മാനേജരെയും ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ചുറ്റും ആളുകളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പരിക്കേൽക്കുമായിരുന്നു. അംഗീകരിക്കാനാവാത്ത ഈ പെരുമാറ്റം കൊണ്ടാണ് ഇനി ഈ ടൂറുമായി മുന്നോട്ട് പോകേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത്ര മോശമായി പെരുമാറിയിട്ടും നല്ല രീതിയിൽ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു. ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അവർ തെറ്റായ രീതിയിലാണ് കാണികളോട് പറഞ്ഞത്. അതേക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് ആയില്ല. ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയും അവർ ക്രമീകരിച്ചിരുന്നില്ല. അതിനാൽ ഞങ്ങളുടെ കലാകാരന്മാർക്ക് ലണ്ടനിൽ അലയേണ്ടി വന്നു. ഇത്തരം പെരുമാറ്റം ഒരു രീതിയിലും അംഗീകരിക്കാനാവില്ല, നീരജ് മാധവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ദേശീയ സുരക്ഷ തകർക്കാൻ വിദേശ രാജ്യങ്ങൾ ബ്രിട്ടീഷ് സർവകലാശാലകളെ ലക്ഷ്യമിടുന്നതായി MI5. ദേശീയ സുരക്ഷയെ തകർക്കാൻ വിദേശ രാജ്യങ്ങൾ ബ്രിട്ടീഷ് സർവകലാശാലകളെ ലക്ഷ്യമിടുന്നതായി ബ്രിട്ടന്റെ ദേശീയ ഇന്റലിജൻസ് വിഭാഗമായ MI5 മുന്നറിയിപ്പ് നൽകി. 24 പ്രമുഖ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് സുരക്ഷാ വകുപ്പുകളും സർക്കാരും വ്യാഴാഴ്ച ഭീഷണിയെക്കുറിച്ച് വിശദീകരണം നൽകി. സ്വന്തം സൈന്യത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ അത്യാധുനിക ഗവേഷണങ്ങൾ ലക്ഷ്യമിടുന്നതായി അവർക്ക് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് സർവകലാശാലകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് വിവരങ്ങൾ കൈക്കലാക്കുകയാണ് വിദേശ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. UK സർവകലാശാലകളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ഉപപ്രധാനമന്ത്രി ഒരു കൂടിയാലോചനയും പ്രഖ്യാപിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും കനത്ത പോളിംഗ്. തിരുവനന്തപുരവും തൃശൂരും പത്തനംതിട്ടയും പാലക്കാടും ചാലക്കുടിയും കണ്ണൂരും എറണാകുളത്തും വോട്ടിംഗ് ശതമാനം ആദ്യ 2 മണിക്കൂറിൽ 12-ന് മുകളിൽ. കേരളത്തിൽ കനത്ത പോളിംഗ് ഉണ്ടാകുമെന്ന സൂചന. ആദ്യ മണിക്കൂറിൽ ശതമാനക്കണക്ക് 12.26 ആണ്. ആറ്റിങ്ങലിൽ 13.29 ശതമാനം, ആലപ്പുഴയിൽ 13.15 ശതമാനവും. രണ്ടിടത്തും അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സാധാരണ വോട്ടിംഗ് ശതമാനം കുറയാറുള്ള തിരുവനന്തപുരത്ത് അതിശക്തമായ പോളിംഗ് ആണ്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തൃശൂരും പാലക്കാടും കനത്ത പോളിംഗ് ആണുള്ളത്. വടകരയിൽ 11.34 ശതമാനമാണ് പോളിംഗ്. എന്നാൽ വടകരയിലും പോളിംഗ് ബൂത്തിൽ നീണ്ട ക്യൂ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും പോളിംഗ് ഉയരും. 9 മണ്ഡലങ്ങളിൽ 12 ശതമാനത്തിന് മുകളിൽ 2 മണിക്കൂർ കൊണ്ട് വോട്ടിംഗ് ശതമാനം എത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട്. മെയ് മുതൽ പുതിയ രീതിയിൽ ടെസ്റ്റിന് ഉത്തരവിറങ്ങി. എന്നാൽ ഒരിടത്തും അടിസ്ഥാന സൗകര്യം ഒരുക്കിയതുമില്ല. തിരുവനന്തപുരത്തെ പരീക്ഷണം നിർണായകമാകും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട്. ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉറച്ച നിലപാടിലാണ്. മെയ് മുതൽ പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം ഓഫീസ് മേധാവിമാർക്ക് നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങി. എന്നാൽ ഒരിടത്തും സ്ഥലമൊരുക്കാനുള്ള തുക അനുവദിച്ചിട്ടില്ല. വകുപ്പിന്റെ കൈവശമുള്ള 8 ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ പോലും പൂർണ്ണ സജ്ജമല്ല. ഇതെല്ലാം വരും ദിവസങ്ങളിൽ വിവാദമായി മാറും. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 77 ഓഫീസുകളിൽ ടെസ്റ്റിന് സ്ഥലമൊരുക്കാൻ ഉദ്യോഗസ്ഥർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ 1.5 മാസം കാത്തിരുന്നിട്ടും തുക അനുവദിച്ചില്ല. ഇത് കാരണം സംവിധാനം ഒരുക്കങ്ങൾ എങ്ങുമെത്തിയില്ല. മെയ് മുതൽ റിവേഴ്സ് പാർക്കിങ്ങിനും ഗ്രേഡിയൻ പരീക്ഷണവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനാണ് പുതിയ നിർദ്ദേശം. ഉത്തരവിറക്കിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഭാര്യയുടെ സ്ത്രീധനത്തിൽ ഭർത്താവിന് യാതൊരു അവകാശവുമില്ല. മലയാളി യുവതിയുടെ പരാതിയിൽ സുപ്രീം കോടതി. ഭർത്താവിന് ഭാര്യയുടെ സ്ത്രീധനത്തിൽ യാതൊരു നിയന്ത്രണമോ അവകാശമോ ഇല്ലെന്ന് സുപ്രീം കോടതി. ബുദ്ധിമുട്ടേറിയ സമയത്ത് ഭാര്യയ്ക്ക് മാതാപിതാക്കൾ നൽകിയ സ്ത്രീധനം ഉപയോഗിച്ചാലും അത് ഭാര്യയ്ക്ക് തിരികെ നൽകാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തനിക്ക് മാതാപിതാക്കൾ നൽകിയ സ്വർണവും പണവും തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് മലയാളി യുവതി കോടതിയെ സമീപിച്ചപ്പോഴായിരുന്നു നിർദ്ദേശം. നഷ്ടപ്പെട്ട സ്വർണത്തിന് പകരം ഒരു സ്ത്രീക്ക് 25 ലക്ഷം രൂപ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഇനി സ്പോർട്സ് വാർത്തകൾ. ബംഗളൂരുവിൽ കിട്ടിയതിന് ഹൈദരാബാദിൽ കൊടുത്ത് RCB ത്രസിപ്പിക്കുന്ന വിജയം. ബംഗളൂരുവിൽ കിട്ടിയതിന് കണക്ക് തീർത്ത് ഹൈദരാബാദിൽ മറുപടി നൽകി RCB. ടൂർണമെന്റിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ സൺറൈസേഴ്സിനെ തകർത്താണ് RCB പകവീട്ടിയത്. ബാറ്റർമാർക്കൊപ്പം ബൗളർമാരും അവസരത്തിനൊത്ത് ഉയർന്നതോടെ ഹൈദരാബാദ് ഉപ്പൽ സ്റ്റേഡിയത്തിൽ കണ്ടത് RCBയുടെ ഓൾറൗണ്ട് പ്രകടനമായിരുന്നു. 35 റൺസാണ് RCB രണ്ടാം വിജയം സ്വന്തമാക്കിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.25 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.